ഇവിടെ ഒരു അവധി ദിവസമായിട്ട് പിള്ളേരെയും കൊണ്ട് കൊല്ലം ചുറ്റി വരാമെന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ആശ്രാമം മൈതാനത്ത് കയറിയപ്പോൾ അവിടുത്തെ തിരക്ക് കണ്ട് ഇതെന്താ സംഭവം നോക്കാൻ കയറിയ ഞാൻ പെട്ടുപോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തൊരു ജനമായിരുന്നു അവിടെ. സീ വേൾഡ് എക്സ്പോ എന്നൊക്കെ അതിൻ്റെ പേര് പറയുന്നെങ്കിലും ഉണ്ടല്ലോ, നമ്മൾ ആദ്യം കയറുമ്പോൾ കാണുന്ന കുറേ ബേർഡ്സിനെയാണ്. ബേർഡ്സ് എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, എന്തെങ്കിലുമൊക്കെ പ്രത്യേകതകളുള്ള പക്ഷികൾ. അപ്പോൾ അതിൻ്റെ കണ്ണിനാകാം പ്രത്യേകത, ചുണ്ടിനുണ്ട്, വാലിന്, ചിറകിന്, അങ്ങനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഫീച്ചേഴ്സ് ഉള്ള പക്ഷികളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഈവൻ കോഴി പോലും പല വെറൈറ്റി ഉണ്ടായിരുന്നു. എന്തോ ഒരു വലിപ്പമുള്ള കോഴികളൊക്കെയാണെന്നറിയാമോ. അപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ അത്ര വലിപ്പമൊന്നും തോന്നില്ല, പക്ഷെ അത് നേരിട്ട് പോയി തന്നെ കാണണം. ഇത്ര വെറൈറ്റി കോഴികളുണ്ടോ എന്ന് നമ്മൾ തന്നെ അതിശയിച്ചു പോകും. അത് കൂടാതെ ആണെങ്കിൽ പ്രാവിനെ നോക്കിക്കഴിഞ്ഞാൽ പ്രാവിൻ്റെ തലയ്ക്ക് ചുറ്റും കണ്ടോ പണ്ടത്തെ ഈ രാജകുമാരിമാരുടെയൊക്കെ കഴുത്തിലിടുന്ന കണക്കുള്ള ഒരു സംഭവം. അത് കൂടാതെ ഇഗ്വാനയൊക്കെ ഇത്ര അടുത്ത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. പിന്നെ ഒരു 50 രൂപ കൊടുത്തെങ്കിൽ നമുക്ക് ദേഹത്ത് വെച്ച് ഫോട്ടോ ഒക്കെ എടുക്കാം. പക്ഷെ എനിക്കത് താല്പര്യമൊന്നും തോന്നിയില്ല. കുട്ടികൾക്കൊക്കെ അത് പേടിയായിരുന്നു. ഈ കൈ വെച്ചോണ്ടിരിക്കുന്നത് വാഴവള്ളിയൊന്നുമല്ല, അല്ല ഒന്നാന്തരം മലമ്പാമ്പിൻ്റെ കുഞ്ഞ. അതൊക്കെ വളരെ നിസ്സാരമായിട്ട് കൈ വെച്ചോണ്ട് കിടക്കുക. ഇത് നോക്കിക്കേ എന്ത് രസമാണെന്നറിയാമോ ഇതിനെ കാണാൻ. പക്ഷെ എനിക്ക് പേടിയുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ നോക്കിയപ്പോൾ വേറൊരാളിവിടെ ഭയങ്കരമായ ഉറക്കം. ഈ ബഹളം ഒന്നും പുള്ളി അറിയുന്നേ ഇല്ല. പിന്നെ അടുത്ത സെക്ഷൻ വേണ്ട, വളരെ സൂപ്പറായിട്ട് എനിക്ക് ഏറ്റവും തോന്നിയത് ഈ വെറൈറ്റി മീനുകളാണ് കേട്ടോ. എനിക്കൊക്കെ ചിലത് കണ്ടപ്പോഴത്തേന് കടലിൽ കാണുന്ന പരവയോ ഒക്കെ ആയിട്ട് തോന്നി. ഇവിടെ ഒരാൾ ഡാൻസ് കളിക്കുന്ന കണക്കാണ് ചിറകനക്കുന്നത് കേട്ടോ. നല്ല ആ ഒരു വേവ് മൂവ്മെൻറ്റ് കണ്ടോ, നമുക്കൊരു ഭയങ്കര ഇഷ്ടം തോന്നും അതിനിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാനായിട്ട്. പിന്നെ ഈ മീനെ കണ്ടോ, ഇതിനെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നമ്മുടെ അഷ്ടമുടി കായലിൽ കാണുന്ന കരിമീനെ പോലെയാണ്. വേറൊരു സൂപ്പർ സാധനമാണ് ഇത് കേട്ടോ. ഇത് കാണണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ബ്ലൂ കളർ ബാക്ക്ഗ്രൗണ്ടിൽ ഈ കളർ കാണുമ്പോഴാണ് നമുക്ക് ഇത്രയും ഒരു അട്രാക്ഷനായിട്ട് തോന്നുന്നത്. ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയത്തില്ല, അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തിട്ടിരിക്കണേ. ഇതിനൊക്കെ ലേബലിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ ചെല്ലുമ്പോഴത്തേനും അത് എല്ലാം ഇളകിപ്പോയി, ഏതാണെന്നൊന്നും തിരിച്ചറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ വേറൊരു കിടില സാധനം ഉണ്ടായിരുന്നു. ദാ വരുന്നു, ഇതൊരു 360 ഡിഗ്രിയിലുള്ളൊരു എക്സ്പോയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാവും. അപ്പോൾ ഈ കാർട്ടൂൺ കഥാപാത്രങ്ങളും ഒക്കെ ഇതിൽ കടന്നു വരുന്നുണ്ട്. അതങ്ങനെ കുറച്ചൊരു ക്യൂരിയോസിറ്റി വരുന്ന, ഒന്ന് ഭയം ഒക്കെ വരുന്ന ഒരു സംഭവമാണ്. പിന്നെ മുതിർന്നവർക്കും ഇഷ്ടം തോന്നുന്ന കുറേ ഷോപ്പിംഗ് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ക്ലീനിങ്ങിന് വേണ്ടുന്ന സാധനങ്ങൾ, പിന്നെ കിച്ചണിൽ ഉപയോഗിക്കുന്ന കുറേ ഐറ്റംസ്, തവ, കത്തി, അങ്ങനെ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനങ്ങൾ. അത് കൂടാതെ വേണ്ട മാലയും വളയൊക്കെ നമുക്ക് ഒരുങ്ങുന്നതിനൊക്കെ വേണ്ടുന്ന കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള കമ്മലുകളുണ്ട്. പിന്നെ അങ്ങനെ ഒത്തിരി നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളുണ്ട്. കുട്ടികൾക്ക് വേണ്ടുന്ന സ്റ്റിക്കറോ പിന്നെ അതുപോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് വാങ്ങാം. പിന്നെ അത് കൂടാതെയുള്ള സ്ഥിരം നമുക്ക് കാണുന്ന കുറേ ഐറ്റംസ് ഉണ്ടല്ലോ, പഴയകാല മിഠായികൾ. ഇതിപ്പോൾ കണ്ടിട്ട് പഴയകാല മുട്ടായിയാണോ പുതിയ കാല മുട്ടായിയാണോ എന്ന് എനിക്കറിയാൻ വയ്യായിരുന്നു. ന്യൂ ജനറേഷൻ മുട്ടായി എന്ന് പറയാം. പക്ഷേ ഈ തേമുട്ടായിയും പുളിമുട്ടായിയും ഒക്കെ ഉണ്ടല്ലോ, അതപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ കുറേ കഴിച്ചിട്ടുള്ളതാണ്. അതപ്പോൾ കാണുമ്പോൾ തന്നെ വായിൽ വെള്ളം വരും. അതായത് വെറൈറ്റി ഹൽവയാണ് കേട്ടോ. എത്ര കളറിലാണ്. ഇതെന്തിനാണെന്നറിയോ, നമുക്ക് ഈ യെല്ലോ കളർ റെഡ് കളറൊക്കെ തോന്നുമ്പോൾ ഭയങ്കര ഒരു അട്രാക്ഷൻ തോന്നും, ഒരു അപ്പറ്റൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കളറൊക്കെ ഉപയോഗിക്കുന്നത്. അതിനൊക്കെ ഈ നാട്ടിലുള്ള കിട്ടുന്ന സാധനങ്ങൾ മൊത്തം വെച്ചുള്ള അച്ചാർ ഇവിടെ ഉണ്ട്. ഇതൊക്കെ വെച്ച് ചില സാധനങ്ങൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ വെച്ച് അച്ചാർ ഇടാൻ പറ്റുമായിരുന്നു ഇപ്പോഴാണ് അറിയുന്നതിന്. അങ്ങനെ ഇതൊക്കെ കണ്ട് നമ്മൾ വിർച്വൽ റിയാലിറ്റി ഷോയുടെ അവിടെ എത്തി. ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ 360 ഡിഗ്രിയിൽ കണ്ട സാധനം കുറച്ചുകൂടെ സൂം ചെയ്തിട്ട് നമുക്ക് അടുത്ത് കാണാനായിട്ട് പറ്റും. വേണ്ട മുത്തും മീനും ഒക്കെ ഇത് കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി എന്തിനൊക്കെയോ ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് കാണാൻ നല്ല രസമാണ്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ 50 രൂപയ്ക്ക് ടേബിൾ ടോപ്പേഴ്സൊക്കെ കിട്ടും. നല്ല ഭംഗിയുള്ള, നല്ല പച്ചയും ഓറഞ്ചും മഞ്ഞയൊക്കെ ഉള്ള സൂപ്പർ സാധനമാണ്. അതിനുശേഷം ഞങ്ങൾ നോക്കിയപ്പോഴത്തേണ്ട ഇപ്പോഴത്തെ പിള്ളേരുടെ കയ്യിലെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു 4-5 എണ്ണമെങ്കിലും കാണും. സിൽവർ കളറുള്ള മോതിരമോ കല്ല് വെച്ച മോതിരമോ അതിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളും കുറച്ചൊക്കെ വാങ്ങി. പിന്നെ വാങ്ങിച്ച സാധനമാണ് കീ ചെയിൻ. അത് നമുക്കൊരു സ്ഥിര സാധനമാണല്ലോ, എവിടെ ടൂർ പോയാലും ഇതൊരെണ്ണം വാങ്ങും. എന്തിനാണ് വാങ്ങുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞങ്ങൾ വാങ്ങും. പിന്നെ ഡ്രസ്സിൻ്റെ ഒക്കെ ഒരു ഏരിയ, ഷോളിന് ഒരു സെപ്പറേറ്റ് സെക്ഷനുണ്ട്. പിന്നെ വയറിന് വയ്യാത്തവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന കാന്താരി മുളകും നെല്ലിക്ക വെള്ളവും. പിന്നെ പ്രത്യേകിച്ചായിട്ട് നമുക്ക് പറയാനുള്ളത് കുട്ടികൾക്ക് വേണ്ടുന്ന ഒരു വലിയൊരു ഏരിയ തന്നെയുണ്ട് കേട്ടോ. ടോയ്സ് ആണെങ്കിലും അവർക്ക് വേണ്ടുന്ന എഡ്യൂക്കേഷണൽ മെറ്റീരിയൽ ആണെങ്കിലും ഒക്കെ ഒരുപാടുണ്ട്. പിന്നെ നമ്മുടെ സെക്ഷനാണ്, ഇതാണ് നമുക്ക് വേണ്ടുന്ന ഏരിയ. നമ്മുടെ ഉദ്ദേശം തന്നെ ഈ ഒരു കഴിപ്പാണല്ലോ. അങ്ങനെ അവിടെ നിന്ന് കഴിച്ചു. പിന്നെ ഞങ്ങൾ കുറച്ച് എൻ്റർടൈൻമെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ റിങ് എറിഞ്ഞ് ഗിഫ്റ്റ് മേടിക്കുന്ന സാധനം ഉണ്ടല്ലോ,
അപ്പോൾ ഞങ്ങൾ അത് ഒരു റൗണ്ട് മേടിച്ചു, ഞങ്ങൾ തോറ്റ് പിന്മാറിയില്ല, വീണ്ടും മേടിച്ചു. അങ്ങനെ വേണ്ട മീനു എറിയാണ്. പക്ഷേ മീനു സെഡായി, ആകെ ഒന്നും കിട്ടിയില്ല. പിന്നെ മുകേഷ് ചേട്ടൻ ഒരു റൗണ്ടിനും കൂടെയുള്ള സാധനങ്ങൾ വാങ്ങി. അത് വാങ്ങാനായിട്ട് ക്യൂ ആയിട്ട് എല്ലാവരും അച്ചടക്കത്തോട് നിൽക്കുകയാണ്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്ന് കൊടുത്തു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വേണ്ട ശിവയാണ് ഫസ്റ്റ് എറിയാൻ വരുന്നത്. ശിവ എറിഞ്ഞു, പക്ഷേ ഒന്നും കിട്ടിയില്ല. പക്ഷേ നമ്മൾ തളരത്തില്ല, തളരരുത് രാമൻകുട്ടി. ഞങ്ങൾ അടുത്ത ഗെയിമിംഗ് ഏരിയയിലോട്ട് പോയി. നമ്മുടെ സ്ഥിരമുള്ള ബൗൺസിങ്ങിൻ്റെ ഒക്കെ സാധനങ്ങൾ. പക്ഷേ പിന്നെ ഇവിടെ ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു സാധനം എന്ന് വെച്ചാൽ ബോട്ടിംഗ് ആണ് കേട്ടോ. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, വളരെ സേഫുമാണ്, നമുക്കൊരു ടെൻഷനും ഇല്ല. മറ്റേ കുഞ്ഞ് ടാർപോളിൻ്റെ അകത്ത് വെള്ളം നിറച്ചിട്ടുള്ള സാധനമാണ്. പിന്നെ വേണ്ട ബൗൺസിങ് ബലൂൺ, അവിടെ അത് കോമൺ ആയിട്ട് എല്ലായിടും ഉണ്ടാകുന്നതാണ്. പിന്നെ ഇവിടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയത് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഉദ്ദേശം എന്തായിരുന്നു? പുറത്തുനിന്ന് ഫുഡ് അടിക്കുക എന്നുള്ളതാണല്ലോ മെയിൻ ഉദ്ദേശം. അങ്ങനെ ഞങ്ങൾ ഫുഡ് അടിക്കാനായിട്ട് കയറി. ഇതെൻ്റെ ചേട്ടന്മാർ 2 മെനു കാർഡ് എടുക്കുന്നുണ്ട്. ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് മുകേഷ് ചേട്ടൻ. അങ്ങനെ ഒരുവിധം പിള്ളേർ സെറ്റിനെയൊക്കെ അടക്കി ഒതുക്കി ഇരുത്തിയിട്ട് ഫുഡൊക്കെ വന്നു. അത് കഴിപ്പിച്ച് ഒതുക്കി ഇരുത്തിയെങ്കിലും ഉണ്ടല്ലോ, ഈ കഥ പറച്ചിൽ ഒരു വിധത്തിൽ അവസാനിക്കുന്നില്ലായിരുന്നു. കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും ഒക്കെ ഇത് തന്നെയാണ്. അതിനുശേഷം ഇവർ 2 പേരെയും നിർത്തിയിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ആശാമപ്പാടി ചപ്പാണി 18 നോക്കിയിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.